1 കൊരിന്ത്യർ അധ്യായം 14. സ്നേഹം നിങ്ങളുടെ ലക്ഷ്യമായിരിക്കട്ടെ. ആത്മീയ വരങ്ങൾക്കായി, വിശേഷാൽ പ്രവചനവരത്തിനായി വാഞ്ചിപ്പിൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അയാൾ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല. അയാൾ ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുന്നു. എന്നാൽ പ്രവചിക്കുന്ന ആൾ മനുഷ്യരോട് അവരുടെ ആത്മീയ പോഷണത്തിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നയാൾ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. പ്രവചിക്കുന്നയാളാകട്ടെ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിലുമുപരി നിങ്ങൾ പ്രവചിക്കണമെന്നാണ് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നത്. അന്യഭാഷകളിൽ സംസാരിക്കുന്നത് സഭയുടെ ആത്മീയാഭിവൃദ്ധിക്കായി വ്യാഖ്യാനിക്കപ്പെടുന്നില്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നവനേക്കാൾ പ്രവചിക്കുന്നവനാണ് മികച്ചവൻ. സഹോദരരെ, ഞാൻ നിങ്ങൾക്കായി എന്തെങ്കിലും വെളിപ്പാടോ ജ്ഞാനമോ പ്രവചനമോ പ്രബോധനമോ നൽകാതെ നിങ്ങളുടെ അടുക്കൽ വന്ന് അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? കുഴൽ, വീണ മുതലായ നിർജീവ വസ്തുക്കളുടെ കാര്യത്തിൽ പോലും ശ്രുതിഭേദം ഇല്ലാതിരുന്നാൽ എന്താണ് ആലപിച്ചതെന്ന് എങ്ങനെ അറിയും? കാഹളം വ്യക്തമായ നാദം നൽകാതിരുന്നാൽ ആരെങ്കിലും യുദ്ധത്തിന് തയ്യാറാകുമോ? നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. നാവിനാൽ അർത്ഥമുള്ള വാക്കുകൾ ഉച്ചരിക്കാതിരുന്നാൽ നിങ്ങൾ പറയുന്നത് എന്തെന്ന് മറ്റുള്ളവർ എങ്ങനെ അറിയും? നിങ്ങൾ വായുവിനോട് സംസാരിക്കുന്നവരാകും. ലോകത്തിൽ വിവിധ ഭാഷകളുണ്ട്. അവയിൽ ഒന്നുപോലും അർത്ഥമില്ലാത്തതല്ല. എന്നാൽ ആരെങ്കിലും പറയുന്നതിന്റെ അർത്ഥം ഞാൻ ഗ്രഹിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ഞാൻ അപരിചിതനായിരിക്കും. അയാൾ എനിക്കും അങ്ങനെ തന്നെ. നിങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെ. നിങ്ങൾ ആത്മീയ വരങ്ങൾ വാഞ്ചിക്കുകയാൽ സഭയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന വരങ്ങളിൽ മികവ് നേടുവിൻ. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ താൻ പറയുന്നത് വ്യാഖ്യാനിക്കാനുള്ള കഴിവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധി അബലമായിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. നീ ആത്മാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ അത് ഗ്രഹിക്കാത്ത ഒരാൾ നിന്റെ സ്തോത്രാർപ്പണത്തിന് എങ്ങനെ ആമേൻ പറയും? നീ പറയുന്നത് അയാൾ മനസ്സിലാക്കുന്നില്ലല്ലോ. നീ നന്നായി സ്തോത്രം അർപ്പിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ മറ്റേയാൾക്ക് അതിനാൽ ആത്മീയ വർധന ഉണ്ടാകുന്നില്ല. ഞാൻ നിങ്ങളെല്ലാവരെക്കാളും അധികമായി അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ സഭയിൽ 10,000 വാക്കുകൾ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ 5 വാക്കുകൾ ബുദ്ധി കൊണ്ട് സംസാരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. സഹോദരരെ, ചിന്തയിൽ ശിശുക്കളായിരിക്കരുത്, തിന്മയ്ക്ക് ശിശുക്കളും ചിന്തയിലോ മുതിർന്നവരുമായിരിക്കുക. ന്യായപ്രമാണത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അപരിചിത ഭാഷക്കാരിലൂടെയും വിദേശികളുടെ അധരങ്ങളിലൂടെയും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, എങ്കിലും അവർ എന്റെ വാക്കു കേൾക്കയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അങ്ങനെ അന്യഭാഷകൾ വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കാണ് അടയാളമായിരിക്കുന്നത്. എന്നാൽ പ്രവചനവരമോ അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് സഭ മുഴുവനും സമ്മേളിക്കുകയും എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ചിത്തഭ്രമം പിടിപെട്ടിരിക്കുന്നുവെന്ന് അവർ പറയുകയില്ലേ? എന്നാൽ എല്ലാവരും പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ അയാൾക്ക് പാപബോധമുണ്ടാകുകയും അയാൾ എല്ലാവരാലും വിവേചിക്കപ്പെടുകയും ചെയ്യും. അയാളുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളും വെളിപ്പെടും. അയാൾ സാഷ്ടാംഗം വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കും. സഹോദരരെ, ആകയാൽ എന്താണ് പറയേണ്ടത്? നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് കീർത്തനമുണ്ട്, പ്രബോധനമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. ഇവയെല്ലാം സഭയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് ഉപകരിക്കണം. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 കൂടിയാൽ 3 പേർക്ക് സംസാരിക്കാം. അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരാൾ വ്യാഖ്യാനിക്കുകയും വേണം. വ്യാഖ്യാനി ഇല്ലാത്ത പക്ഷം സംസാരിക്കുന്നയാൾ സഭയിൽ മൗനമായിരുന്ന് തന്നോട് തന്നെയും ദൈവത്തോടും സംസാരിക്കട്ടെ. പ്രവാചകർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ അവരുടെ വാക്കുകൾ വിവേചിക്കുകയും വേണം. ഇരിക്കുന്നവരിൽ ഒരാൾക്ക് ഒരു വെളിപ്പാടുണ്ടാകുന്നുവെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നയാൾ നിർത്തണം. എല്ലാവർക്കും പ്രബോധനവും പ്രോത്സാഹനവും
പ്രവാചകരുടെ നിയന്ത്രണത്തിന് അധീനമാണ്. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാണ്. വിശുദ്ധരുടെ സകല സഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭകളിൽ നിശബ്ദരായിരിക്കണം. ന്യായപ്രമാണം പറയുന്നത് പോലെ സംസാരിക്കാൻ അവരെ അനുവദിച്ചിട്ടില്ല. അവർ കീഴ്പ്പെട്ടിരിക്കണം. എന്തിനെ പറ്റിയെങ്കിലും അറിയുവാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് ലജ്ജാകരമത്രേ. ദൈവവചനം നിങ്ങളിൽ നിന്നാണോ പുറപ്പെട്ടത്? അഥവാ അത് നിങ്ങളുടെ അടുക്കൽ വരെ മാത്രമോ എത്തിച്ചേർന്നത്? ആരെങ്കിലും തന്നെ ഒരു പ്രവാചകൻ എന്നോ ആത്മീയവരങ്ങൾ ലഭിച്ചവനെന്നോ കരുതുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാണ് എന്ന് അയാൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ. അയാൾ ഇത് അവഗണിക്കുന്നു എങ്കിൽ അയാളും അവഗണിക്കപ്പെടും. ആകയാൽ സഹോദരരെ, പ്രവചിക്കുവാൻ വാഞ്ചിക്കുവിൻ. അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്. സകലവും ഉചിതമായും ക്രമമായും ചെയ്യുവിൻ.